അതിനിടെ ഗുരുപൂജ നടത്തിയതിൽ അന്വേഷണ നീക്കവുമായി വിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ചെയ്തവർ ശിക്ഷാ നടപടി നേരിടേണ്ടി വരും. പാദപൂജയെക്കുറിച്ച് ഭാരതീയ സംസ്കാരത്തിൽ പറയുന്നതായി അറിയില്ലെന്ന വിചിത്രവാദവും മന്ത്രി നിരത്തി. അത് കേരള സംസ്കാരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും കേരളത്തിൽ അങ്ങനെ ഒരു സംസ്കാരമില്ല. അത് കേരള സംസ്കാരത്തിന് യോജിച്ചതല്ല. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ടും അധ്യാപകൻ്റെയോ മറ്റാരുടെയും കാല കഴിപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുന്നതല്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബന്ധപ്പെട്ട സ്കൂൾ അധികാരികൾക്ക് നിർദ്ദേശം കൊടുക്കാനും പോവുകയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ വകുപ്പ് 17(1) പ്രകാരം ഇത്തരം നടപടികൾ മെൻ്റൽ ഹരാസ്മെൻറ്റിൻ്റെ പരിധിയിൽപ്പെടും. സർവീസ് റൂൾ പ്രകാരം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും.